ഹലോ എവരിവൺ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ കൂടുതൽ വീഡിയോസിനായും അതുപോലെ തന്നെ കൂടുതൽ ക്ലാസ്സസിനായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ പുതിയ ക്ലാസ്സസിനും അതുപോലെ തന്നെ നിങ്ങൾ ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് പഠിക്കുന്നത്, അത് എഞ്ചിനീയറിംഗ് ആവാം, അതുപോലെ തന്നെ +2 ആകാം, 10th ആകാം, ഹൈസ്കൂൾ ക്ലാസ്സസ് ആവാം, പോളിടെക്നിക് ആവാം, MTech ആകാം, ഏത് ക്ലാസ്സിലാണോ നിങ്ങൾ പഠിക്കുന്നത്, ഏത് സബ്ജക്റ്റ് ആണോ നിങ്ങൾക്ക് വേണ്ടതെന്ന് എൻ്റെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതാത് ക്ലാസ്സിൽ എടുത്തു തരുന്നതായിരിക്കും. ഓക്കെ, ഇന്ന് ഞാൻ ക്ലാസ് എടുക്കാൻ പോകുന്നത് +1 ഫസ്റ്റ് ചാപ്റ്റർ, കെമിസ്ട്രിയിലെ ഫസ്റ്റ് ചാപ്റ്ററായ സം ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി ആണ്. അപ്പോൾ എല്ലാ കുട്ടികളും 10th കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഏത് ഗ്രൂപ്പ് എടുക്കും എന്ന് കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുകയായിരിക്കും. ചില കുട്ടികൾ ഓൾറെഡി തന്നെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും, ഞാൻ സയൻസ് എടുക്കും, അല്ലെങ്കിൽ ഞാൻ കമ്പ്യൂട്ടർ സയൻസ് എടുക്കും, അതല്ലെങ്കിൽ ഞാൻ മ്യൂസിക് സയൻസ് എടുക്കും. സയൻസിൽ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്, 36 വെറൈറ്റീസ് ഉണ്ട് സയൻസിൽ തന്നെ. അതുപോലെ തന്നെ ബാക്കി സബ്ജക്ട്സിലും വെറൈറ്റീസ് ഉണ്ട്, ഹ്യൂമാനിറ്റീസിൽ വെറൈറ്റീസ് ഉണ്ട്, കൊമേഴ്സിൽ വെറൈറ്റീസ് ഉണ്ട്. ഇങ്ങനെ ഏത് എടുക്കുമെന്ന് കൺഫ്യൂസ്ഡ് ആയിട്ട് കുറെ കുട്ടികൾ ഇരിക്കുകയായിരിക്കും. ചില കുട്ടികൾ ഓൾറെഡി തന്നെ ഫിക്സ് ആയിട്ടിരിക്കും, അതായത് ഞാൻ സയൻസ് തന്നെ എടുക്കും, അതല്ലെങ്കിൽ ഞാൻ കൊമേഴ്സ് എടുക്കും, എനിക്ക് അക്കൗണ്ടിങ് ആണ് കൂടുതൽ താല്പര്യം എന്ന് പറഞ്ഞ് ഫിക്സ് ആയിട്ടിരിക്കും. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഞാൻ എടുക്കുന്നത് സയൻസ് കുട്ടികൾക്ക് വേണ്ടിയാണ്. അപ്പോൾ സയൻസിൽ എല്ലാവർക്കും അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ അറിയായിരിക്കും എന്ന് വിശ്വസിക്കുന്നതാണ്. 10th നിങ്ങൾ പഠിച്ച കാര്യങ്ങളുടെ ബേസിക് വെച്ചിട്ടാണ്, അതിന്റെ കണ്ടിന്യൂഷൻ ആണ് നിങ്ങൾ +1 പഠിക്കുന്നത്. 10th വരെ പഠിച്ചതെല്ലാം നിങ്ങളെ ബേസിക് ആണ്, അതിന്റെ കുറച്ചുകൂടെ കണ്ടിന്യൂഷൻ, ആ ബേസിക്കിന്റെ കുറച്ചുകൂടെ ഹയർ ലെവലാണ് നിങ്ങൾ +1 പഠിക്കുന്നത്. ഇപ്പൊ 10th വെച്ച് പഠിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർമ്മയുണ്ടായിരിക്കും. അല്ല, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ 10th ക്ലാസ്സിന്റെ വീഡിയോ, കെമിസ്ട്രിയുടെ ക്ലാസ് വീഡിയോ എന്റെ തൊട്ട് താഴെ വീഡിയോസിന്റെ ലിങ്കിനകത്ത് ഇട്ടിട്ടുണ്ട്, അത് കയറി കാണുക. ഓക്കെ, ഇപ്പൊ 10th ബേസിക് കുറെ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് ആറ്റം എന്ന് പഠിച്ചിട്ടുണ്ട്, ആറ്റോമിക് നമ്പർ എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്, ആറ്റോമിക് മാസ് പഠിച്ചിട്ടുണ്ട്, അതുപോലെ എലമെന്റ്സ് പഠിച്ചിട്ടുണ്ട്, എലമെന്റ്സിന്റെ റിയാക്ഷൻ, ഇതെല്ലാം നിങ്ങൾ 10th പഠിച്ചാണ്. അപ്പൊ അതിന്റെ കണ്ടിന്യൂഷൻ നമുക്കിവിടെ തുടങ്ങാം. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ തന്നെ ബേസിക് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. കെമിസ്ട്രിയിലെ ഫസ്റ്റ് 2 ചാപ്റ്റർ വരുന്നത് നിങ്ങൾക്ക് വേണ്ടിയുള്ള ബേസിക്, കെമിസ്ട്രിയിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഫസ്റ്റ് 2 ചാപ്റ്ററിനകത്ത് പറയുന്നത്. അപ്പൊ ആ കാര്യങ്ങളാണ് ഞാനിവിടെ എടുക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഫസ്റ്റ് സം ബേസിക് കൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി. ഈ ബേസിക് കൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രിക്ക് അകത്ത് കോമൺ ആയിട്ട് നമുക്ക് 3 സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്യാം. ആദ്യത്തെ സെക്ഷൻ എന്ന് പറയുന്നത് ലോസിനെ കുറിച്ചുള്ള സെക്ഷനാണ്. അതായത് ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ, എങ്ങനെയൊക്കെയാണ് ഓരോ എലമെന്റ്സ് കമ്പൈൻ ചെയ്തിട്ട് എന്ത് ഫോം ചെയ്യുന്നത്, പുതിയ കോമ്പൗണ്ട്സ് ഫോം ചെയ്യുന്നത്, അതിന്റെ റേഷ്യോ എങ്ങനെയാണ്, ഏതൊക്കെ രീതിയിലാണ് ഫോം ചെയ്യുന്നത്, അങ്ങനെ ഫോം ചെയ്യാൻ കാരണം എന്താണ്, അതൊക്കെയാണ് ഫസ്റ്റ് സെക്ഷനകത്ത് പറയുന്നത്. നെക്സ്റ്റ് സെക്ഷനിൽ പറയുന്നത് ഇതുപോലെ കെമിസ്ട്രിക്കകത്തുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് അറ്റോമിക് നമ്പർ എന്താണ്, അറ്റോമിക് മാസ് എന്താണ്, നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം, അത് ഏതൊക്കെ ഫാക്ടേഴ്സിനെ അഫക്ട് ചെയ്യും, അങ്ങനെയുള്ള കാര്യങ്ങൾ. നെക്സ്റ്റ് തേർഡ് വരുന്ന പോർഷനകത്ത് നമ്മൾ കെമിസ്ട്രി എന്ന് കേൾക്കുമ്പോൾ തന്നെ ആദ്യം നമ്മുടെ മൈൻഡിൽ വരുന്ന ഒരു കാര്യമുണ്ട്. അതിപ്പോ കെമിസ്ട്രിനെ കുറിച്ച് അറിയാത്തവർക്കാണെങ്കിലും അറിയാവുന്നവർക്കാണെങ്കിലും ആദ്യം മൈൻഡിൽ വരുന്ന കാര്യം എന്ന് പറയുന്നത് കുറച്ച് കെമിക്കൽസും സൊല്യൂഷൻസും ആണ്. അതായത് കുറച്ച് ആസിഡ്സ് എടുക്കുന്നു, അതിനകത്ത് ആൽക്കലി മിക്സ് ചെയ്യുന്നു, അല്ലെങ്കിൽ കുറച്ച് വാട്ടർ മിക്സ് ചെയ്യുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് ബേസിക് ആയിട്ട് ഓർമ്മ വരുന്നത്. അപ്പൊ അങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ അതിനകത്തുള്ള എത്രമാത്രം വാട്ടർ നമ്മൾ ചേർക്കണം, എത്രമാത്രം ആസിഡ് ചേർക്കണം, അല്ലെങ്കിൽ ഈ ചേർത്ത് വെച്ചിരിക്കുന്നതിനകത്ത് എത്രമാത്രം വാട്ടറാണ് നമുക്ക് അറിയാൻ പറ്റും. അതുപോലുള്ള കാര്യങ്ങളാണ് തേർഡ് സെക്ഷനിൽ പഠിക്കുന്നത്, സൊല്യൂഷൻസ്. ഓക്കെ, അങ്ങനെ 3 സെക്ഷൻസ് ആയിട്ട് അതായത് തിരിച്ചെങ്കിൽ ഈ ചാപ്റ്ററിനെ. അതിൽ ഫസ്റ്റ് സെക്ഷൻ ലോസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ, എങ്ങനെയൊക്കെയാണ് കെമിക്കലി 2 മോളിക്യൂൾസ് അല്ലെങ്കിൽ അതിൽ കൂടുതൽ മോളിക്യൂൾസ് കമ്പൈൻ ചെയ്തിട്ട് പുതിയൊരു കോമ്പൗണ്ട് ഫോം ചെയ്യും. അതിൽ ഫസ്റ്റ് ലോ, ഫസ്റ്റ് ലോ ആണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. എന്താണ് ഈ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്? നിങ്ങൾ ലോ ഓഫ് കൺസർവേഷൻ ബേസ് ചെയ്ത് കുറേ ലോസ് പഠിച്ചിട്ടുണ്ടെങ്കിൽ, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കഴിഞ്ഞ പ്രീവിയസ് ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കാം. ഇപ്പൊ കൺസർവേഷൻ മീൻസ് എന്താണ്, അങ്ങനെ ബേസിക് തൊട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. കുറച്ച് മലയാളം മീഡിയം കുറച്ച് സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടായിരിക്കും, അപ്പൊ ഈ ചെറിയ വേർഡ്സ് ഒക്കെ അവർക്ക് ഡൗട്ട് വരും. അതുകൊണ്ട് കൃത്യമായിട്ട് ഓരോ വേർഡ് ബൈ വേർഡ് എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ക്ലാസ് കുറച്ചുകൂടി എഫക്റ്റീവ് ആയിട്ട് മനസ്സിലാവുകയുള്ളൂ. അതുപോലെ തന്നെ +1 നന്നായിട്ട് പഠിക്കാൻ കഴിയുള്ളൂ. ഒരുപാട് പേര് ബുദ്ധിമുട്ടുന്നുണ്ട്. 10th ക്ലാസ് കഴിഞ്ഞിട്ട് +1 വരുമ്പോൾ ബേസ് കിട്ടുന്നില്ല, ക്ലാസ് മൊത്തം ഇംഗ്ലീഷിലാണ് എടുക്കുന്നത് എന്നൊക്കെ അവര് പരാതി പറയാറുണ്ട്. ഇംഗ്ലീഷിലല്ല ക്ലാസ് എടുക്കുന്നത്, എല്ലാം മലയാളത്തിൽ തന്നെയാണ് എടുക്കുന്നത്. പക്ഷെ നിങ്ങളുടെ പ്രോബ്ലം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള കുറെ വേർഡ്സ്, കീ വേർഡ്സ് എന്ന് പറയും, ആ വേർഡ്സ് നിങ്ങൾക്ക് അറിയില്ല. ആ വേർഡ്സ് അറിയത്തില്ലാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് പ്രോബ്ലം വരുന്നത്. ടെക്നിക്കൽ വേർഡ്സ് എന്നും പറയാം. ആ വേർഡ്സ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. നിങ്ങൾ എല്ലാത്തിനും മലയാളം വേർഡ്സ് ആണ് പഠിച്ചു വെച്ചിരിക്കുന്നത്, മലയാളം മീഡിയം സ്റ്റുഡൻസ്. അതായത് ഇപ്പോ പ്രകാശ പ്രകീർണനം എന്ന് പഠിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ അത് നേരെ
ഇംഗ്ലീഷ് മീഡിയത്തിലേക്ക് വരുമ്പോൾ റിഫ്രാക്ഷനായി വ്യത്യാസം വന്നു. അപ്പൊ അങ്ങനെയുള്ള ടെക്നിക്കൽ വേർഡ്സ് നിങ്ങൾ ഇംഗ്ലീഷ് മീഡിയം ടെക്സ്റ്റ് നോക്കി കുറച്ചൊന്ന് മനസ്സിലാക്കി വെക്കുക. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എല്ലാം ഓക്കെയാണ്. അപ്പൊ നിങ്ങൾക്ക് ഇംഗ്ലീഷിലാണ് ക്ലാസ് എടുക്കുന്നതെന്ന് ഒരു തോന്നലുണ്ടാവത്തില്ല. എല്ലാം മലയാളത്തിൽ തന്നെയാണ് ക്ലാസ് എടുക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ആ ബേസിക് ടെക്നിക്കൽ വേർഡ്സ് അറിയത്തില്ലാത്തതുകൊണ്ട് ഒരു ബുദ്ധിമുട്ട് വരുന്നു. അപ്പൊ മലയാളം മീഡിയം സ്റ്റുഡൻസ് ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഓക്കെ, ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. ഇപ്പൊ കൺസർവേഷൻ എന്ന് പറയുകയാണെങ്കിൽ സംരക്ഷിക്കുക എന്നാണ് അർത്ഥം. അതായത് നമ്മൾ റിയാക്ഷൻ നടക്കുന്നതിന് മുൻപും റിയാക്ഷൻ നടന്നതിന് ശേഷവും ഒരു കാര്യം സംരക്ഷിച്ചു വെച്ചിരിക്കുകയും. എന്ത് കാര്യമാണ്? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. മാസ് ആണ് നമ്മൾ കൺസേർവ് ചെയ്ത് വെച്ചിരിക്കുന്നത്, സംരക്ഷിച്ച് വെച്ചിരിക്കുന്നത്. അതായത് നമ്മൾ റിയാക്ഷൻ എടുക്കുകയാണെങ്കിൽ റിയാക്ഷന് തൊട്ട് മുൻപും റിയാക്ഷന് ശേഷവും അതിന്റെ മാസ് സെയിം ആയിരിക്കും. എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഹൈഡ്രജൻ പ്ലസ് ഓക്സിജൻ ഗീവ്സ് വാട്ടർ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള റിയാക്ഷൻ ആണ് ഹൈഡ്രജൻ പ്ലസ് ഓക്സിജൻ ഗീവ്സ് വാട്ടർ എന്നുള്ളത്. അപ്പൊ ഇതിനകത്ത് നിന്ന് നമുക്ക് എങ്ങനെയാണ് മാസ് ബേസ് ചെയ്ത് ഈ ലോവിനെ നമുക്ക് പ്രൊപ്പോസ് ചെയ്യാൻ നോക്കാം. അതായത് ഹൈഡ്രജന്റെ മാസ് എത്രയാണ്? 1 ആണ് മാസ്. എത്ര ഹൈഡ്രജൻ ഇവിടെ ഉണ്ട്? 2 ഹൈഡ്രജൻ ആണ് ഇവിടെ ഉള്ളത്. സോ 2 ഗ്രാം. ഓക്സിജന്റെ മാസ് എല്ലാവർക്കും അറിയാവുന്നതാണ്, 16 ആണ് ഓക്സിജൻ ആറ്റോമിക് മാസ്. ഇവിടെ O2 ആണ്, 2 ഓക്സിജൻസ് ആണ് ഉള്ളത്. 2 ഓക്സിജൻ വരുമ്പോൾ 16 + 16 32 ഗ്രാം. ഇനി നോക്കുക, ഈ ഇക്വേഷൻ ബാലൻസ്ഡ് ആണോ? എപ്പോഴും അത് ശ്രദ്ധിക്കണം. ഇക്വേഷൻ ചെയ്യുന്നതിന് മുമ്പ് ലെഫ്റ്റും റൈറ്റും നോക്കുന്നതിന് മുമ്പ് ഇക്വേഷൻ ബാലൻസ്ഡ് ആണോ നോക്കുക. അതായത് ലെഫ്റ്റിന് ഉള്ള ഓക്സിജൻ ആറ്റംസിന്റെ എണ്ണം തന്നെ റൈറ്റ് സൈഡിൽ വേണം. അതുപോലെ തന്നെ റൈറ്റ് സൈഡിലുള്ള ഏതാണോ, ഇപ്പൊ ഹൈഡ്രജൻ ആണ്, ഹൈഡ്രജന്റെ എണ്ണം തന്നെ ആയിരിക്കും ലെഫ്റ്റ് സൈഡിലും ഹൈഡ്രജൻ ഉണ്ടായിരിക്കണം. അത് ഫസ്റ്റ് ചെക്ക് ചെയ്യണം. ഇവിടെ നോക്കി, H2 2 ഹൈഡ്രജൻ, അത് ഓക്കെയാണ്. ഇവിടെ നമുക്ക് H2 2 ഹൈഡ്രജൻ ഓക്കെയാണ്. ഇവിടെ O2 2 ഓക്സിജൻ ഉണ്ട്. ഇവിടെയോ ഒരു ഓക്സിജൻ ആറ്റം. അപ്പൊ നമുക്ക് എങ്ങനെ ബാലൻസ് ചെയ്യാൻ പറ്റും? നമുക്ക് ഒരിക്കലും ഒരു ഇക്വേഷന്റെ റൈറ്റ് സൈഡിൽ ആറ്റംസ് ആഡ് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം അത് കെമിക്കൽ കോമ്പിനേഷൻ വരെ ഫോം ചെയ്യുന്നതാണ്. അത് നമ്മൾ നെക്സ്റ്റ് ലോയിൽ പഠിക്കും, എങ്ങനെയാണ് ഇത് ഫോം ചെയ്യുന്നത് എന്ന് പഠിക്കും. അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് ലോ പറയുമ്പോൾ അത് പറയാം. അപ്പൊ ഇങ്ങനെ റൈറ്റ് സൈഡിൽ നമുക്ക് ഒരിക്കലും ആഡ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ 10th വരെ പഠിച്ചാൽ എപ്പോഴും ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാണ് ചെയ്യുന്നത്? ലെഫ്റ്റ് സൈഡിലെ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ ലെഫ്റ്റ് സൈഡിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ 2 അല്ലേ വരേണ്ടത്. ഇപ്പൊ ഓൾറെഡി ഇവിടെ 1 ആണുള്ളത്. അപ്പൊ ഞാൻ ഇവിടെ 2 ആഡ് ചെയ്ത് കൊടുത്തു. 2 × 1 2 ആയി. ഇപ്പൊ 2 ഓക്സിജൻ ആയി. ഹൈഡ്രജൻ അപ്പൊ എത്രയായി? 2 × 2 4 ഹൈഡ്രജൻസ് ആയി. നമുക്ക് വേണ്ടത് എന്താണ്? 2 ഹൈഡ്രജൻ ഇവിടെ ഉള്ളൂ. അപ്പൊ ഇവിടെ 4 ഹൈഡ്രജൻ. ഇപ്പൊ ബാലൻസ് ചെയ്യാൻ വേണ്ടി എന്ത് ഇട്ട് കൊടുക്കാം? ഇവിടെ ഒരു 2 ഇട്ട് കൊടുത്തു. ഇനി നോക്കുക, 2 × 2 4 ഹൈഡ്രജൻസ് ആയി. 2 × 2 4 ഹൈഡ്രജൻസ് ആയി. ഓക്സിജൻ 2 ഓക്സിജൻസ് ആണുള്ളത്. ഇവിടെ വന്നപ്പോൾ 2 ഓക്സിജൻ. ഇക്വേഷൻ ബാലൻസ്ഡ് ആയി. ഇനി നോക്കുക, ഇക്വേഷൻ ബാലൻസ്ഡ് ആയി കഴിഞ്ഞാൽ ഇനി നോക്കുക എല്ലാം ഓക്കെ ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഇപ്പൊ ഇവിടെ 4 ഹൈഡ്രജൻ ആണ് വന്നിരിക്കുന്നത്. 4 ഹൈഡ്രജൻ ആറ്റം. ഒരു ഹൈഡ്രജൻ ആറ്റത്തിന് 1 ഗ്രാം മാസ്. 4 ഹൈഡ്രജൻ ആറ്റം വരുമ്പോൾ 4 ഗ്രാം മാസ്. 4 ഗ്രാം ആയി. ടോട്ടൽ ഇവിടെ വന്നിരിക്കുന്നത് 36 ഗ്രാം ആണ്. ഇനി ഇവിടെ നോക്കുക, ഇവിടെ ഈക്വൽ ഇട്ട് നോക്കുക എത്രയായിരിക്കും മാസ് നമ്മൾ ശ്രദ്ധിച്ചു നോക്കാം. ഇവിടെ വാട്ടറിന്റെ മാസ് H2ന്റെ മാസ് നമുക്ക് കോമൺ ആയിട്ട് അറിയാം. H2ന്റെ മാസ് 18 ഗ്രാം ആണ്. അങ്ങനെ നമുക്ക് കൺസിഡർ ചെയ്യാൻ വേണമെങ്കിൽ അങ്ങനെ കൺസിഡർ ചെയ്ത് നോക്കുമ്പോൾ H2ന്റെ മാസ് 18 ഗ്രാം ആണ്. എത്ര H2O മോളിക്യൂൾ ഉണ്ട്? 2 H2O, 2 H2O ഉണ്ട്. 2 H2 വരുമ്പോൾ 18 + 18 36 ഗ്രാം എന്ന് വരും. അതല്ലെങ്കിൽ നമുക്ക് ഓരോ ആറ്റം ബേസ് തന്നെ നോക്കാം. ഇവിടെ എത്ര ഹൈഡ്രജൻ ഉണ്ട്? 2 × 2 4 ഹൈഡ്രജൻ, 4 ഗ്രാം പ്ലസ് എത്ര ഓക്സിജൻ ഉണ്ട്? 2 ഓക്സിജൻ. 2 ഓക്സിജൻ വരുമ്പോൾ 32. 16 + 16 32. ദാറ്റ് ഈസ് ഇവിടെയും 36 ഗ്രാം. ഇതാണ് ഫസ്റ്റ് ലോയ്ക്കകത്ത് പറയുന്നത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ റിയാക്ഷന് മുൻപും റിയാക്ഷന് ശേഷവും, ബിഫോർ റിയാക്ഷൻ അല്ലെങ്കിൽ ആഫ്റ്റർ റിയാക്ഷൻ, രണ്ട് കേസിലും എന്തായിരിക്കും? ടോട്ടൽ മാസ് സെയിം ആയിരിക്കും. നമുക്ക് രണ്ട് രീതിയിൽ പറയാം. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസിൽ മെയിൻ ആയിട്ട് ഉള്ള രീതി എന്ന് പറയുന്നത്, ഇൻ എ കെമിക്കൽ റിയാക്ഷൻ, നമ്മളൊരു കെമിക്കൽ റിയാക്ഷൻ ആണ് എടുക്കുന്നതെങ്കിൽ ടോട്ടൽ മാസ് ഓഫ് ദ, ഇവിടെ എന്താണുള്ളത്? റിയാക്ടന്റ്. ടോട്ടൽ മാസ് ഓഫ് ദ റിയാക്ടൻസ് വിൽ ബി ഈക്വൽ ടു ദ ടോട്ടൽ മാസ് ഓഫ് ദ പ്രോഡക്റ്റ്. ഷോർട്ട് ആയിട്ടൊക്കെ ഓർത്ത് വയ്ക്കുക. ഇതുപോലെ എന്തെങ്കിലും ഷോർട്ട് ഫോമുകൾ എഴുതാം. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് എന്താണോ ഓർത്തിരിക്കാൻ പറ്റുന്നത് അതുപോലത്തെ ഷോർട്ട് ഫോമുകളാക്കാം. അപ്പൊ നമ്മൾ ഈ ഇക്വേഷനകത്ത് പറയുന്നത് എന്താണ്?
ടോട്ടൽ മാസ് ഓഫ് ദ റിയാക്ടൻസ് വിൽ ബി ഈക്വൽ ടു ദ ടോട്ടൽ മാസ് ഓഫ് ദ പ്രോഡക്റ്റ്. നമ്മൾ റിയാക്ഷൻ നടക്കുമ്പോൾ എന്താണ്, ഒരു റിയാക്ഷനിലെ റിയാക്ടൻസിന്റെ മാസും പ്രോഡക്റ്റിന്റെ മാസും എപ്പോഴും ഈക്വൽ ആയിരിക്കും. അതൊരിക്കലും ചേഞ്ച് ആവുകയില്ല. അതാണ് ഇതിന്റെ ഒരു ഡെഫിനേഷൻ. പിന്നെ നമ്മൾ വേറൊരു ഡെഫിനേഷൻ പറഞ്ഞിട്ടുണ്ട്, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജിക്കകത്ത്. എന്താണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്? എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ്ഡ്. എനർജിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ, നിർമ്മിക്കുവാനോ സാധിക്കത്തില്ല, അതുപോലെ തന്നെ നശിപ്പിക്കുവാനും സാധിക്കത്തില്ല. അതേ സെയിം സെന്റൻസ് നമുക്ക് ഇവിടെയും പറയാം. ഇവിടെ എന്തിന്റെ ബേസിലാണ് പറയുന്നത്? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസിന്റെ ബേസിലാണ് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് അതേ സെന്റൻസ് ഇവിടെയും പറയാം. മാസ് ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ്ഡ് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ. കെമിക്കൽ റിയാക്ഷൻ കേസ് എടുത്ത് നമ്മൾ പറയണം. ഇൻ എ കെമിക്കൽ റിയാക്ഷൻ മാസ് നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ്ഡ് എന്നും വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷെ കുറച്ചുകൂടെ ബെറ്റർ സെന്റൻസ് ഇതാണ്. ഇൻ എ കെമിക്കൽ റിയാക്ഷൻ ടോട്ടൽ മാസ് ഓഫ് ദ റിയാക്ടൻസിന്റെ മാസും അതുപോലെ തന്നെ ടോട്ടൽ മാസ് ഓഫ് ദ പ്രോഡക്ട്സ് ദാറ്റ് വിൽ ബി ഓൾവേസ് ഈക്വൽ. അത് ഈക്വൽ ആയിരിക്കും. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ലോ ആണ്. 4 ലോസ് ഉണ്ട്. 4 ലോസിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ലോ ആണ്. ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ ടോട്ടൽ മാസ് ഓഫ് ദ റിയാക്ടൻസ് ആൻഡ് ടോട്ടൽ മാസ് ഓഫ് ദ പ്രോഡക്റ്റ് വിൽ ബി ഓൾവേസ് ഈക്വൽ. പിന്നെ എക്സാമിന് എങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്? അങ്ങനെ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കണം. നിങ്ങൾ 10th വരെ പഠിച്ചപ്പോഴും കുറച്ച് ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ബേസ് ചെയ്താണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. കുറച്ചുകൂടെ അപ്ഗ്രേഡഡ് ആയിട്ടുള്ള ക്ലാസ്സിലേക്കാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് കുറച്ചുകൂടെ ട്വിസ്റ്റ് പ്രതീക്ഷിക്കാം. അപ്പൊ എങ്ങനെയാണ് ഇവിടെ ക്വസ്റ്റ്യൻസ് വരുന്നത്? ഇവിടെ ക്വസ്റ്റ്യൻസ് വളരെ സിമ്പിൾ ആണ്. നമ്മൾ ഇത്രയും നാളും പഠിച്ചു വെച്ചതുപോലെ ആയിരിക്കത്തില്ല. ജസ്റ്റ് തിരിച്ചൊരു ഓപ്പോസിറ്റ്. അതായത് ഇത്രയും നാൾ എന്താണ് എന്ന് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കും. ഇവിടെ അങ്ങനെയല്ല. ആൻസർ ആയിരിക്കും തന്നിരിക്കുന്നത്. ആൻസർ ഏത് ലോ ആണെന്നായിരിക്കും ചോദിക്കുന്നത്. അതായത് ഇതുപോലെ ഒരു റിയാക്ഷൻ തന്നിരിക്കും. ഇതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും റിയാക്ഷൻ, ഇത് ഏത് ലോ ബേസ് ചെയ്താണെന്ന് ചോദിക്കും. അപ്പൊ ഇത് നോക്കുമ്പോൾ നമ്മൾ നോക്കുക, ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ് നോക്കുക. ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ് നോക്കുമ്പോൾ എന്താണ്? ടോട്ടൽ മാസ് ഓഫ് ദ റിയാക്ടൻസും ടോട്ടൽ മാസ് ഓഫ് ദ പ്രോഡക്റ്റ്. ഇവിടെ 36, ഇവിടെ 36 വന്നിട്ടുണ്ട്. ഇതിന്റെ കേസ് ചിലപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ എടുക്കുന്നെങ്കിൽ 44 ആയിരിക്കും പറ്റുന്നത്. ടോട്ടൽ മാസ് ഓഫ് ദ റിയാക്ടൻസും ടോട്ടൽ മാസ് ഓഫ് ദ പ്രോഡക്ട്സും ഈക്വൽ ആണെങ്കിൽ, അങ്ങനെ വരികയാണെങ്കിൽ അത് ഏത് ലോ ആണ്? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. അപ്പോൾ ഡയറക്റ്റ് ഒരു മാർക്കിലെ ക്വസ്റ്റൻ ആയിരിക്കും, ഇത് ഏത് ലോ ആണെന്ന് ചോദിക്കും. അപ്പോൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് നിങ്ങൾക്ക് ഒരു മാർക്ക് നിങ്ങൾക്ക് കിട്ടും. ഇതിന്റെ ബി പാർട്ട് ക്വസ്റ്റ്യൻ എന്താന്ന് പറയുകയാണെങ്കിൽ, എന്താണ് ഈ ലോ എന്നുള്ള ഡെഫിനേഷൻ ചോദിക്കും. അപ്പോൾ ഫസ്റ്റ് ചോദിക്കുന്നത് എന്തായിരിക്കും? ഏത് ലോ ആണെന്ന് ചോദിക്കും. ഏത് ലോ ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ചോദിക്കും. ഒരു കെമിക്കൽ ഇക്വേഷൻ തരും, ഇത് ഏത് ലോ ആണെന്ന് ചോദിക്കും. അപ്പൊ നമ്മൾ എങ്ങനെ മനസ്സിലാക്കും? നമ്മൾ നോക്കേണ്ടത് മാസ് ആണ്. മാസ് ഓഫ് ദ റിയാക്ടൻസും മാസ് ഓഫ് ദ പ്രോഡക്റ്റും സെയിം ആയിട്ട് വരികയാണ്. അതായത് ഇവിടെ തന്നിട്ടുണ്ട്, സെയിം ആയിട്ട് വന്നു. നമ്മൾ മാസ്, അറ്റോമിക് മാസ് നിങ്ങൾ 10th പഠിച്ചിട്ടുണ്ട്. അറ്റോമിക് മാസ് നമ്മൾ ആഡ് ചെയ്ത് നോക്കിയാൽ മതി. മാസ് ഓഫ് ദ റിയാക്ടൻസും മാസ് ഓഫ് ദ പ്രോഡക്ട്സും സെയിം ആയിട്ടാണ് വരുന്നതെങ്കിൽ അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ആണ്. ഫസ്റ്റ് ലോ ആണെന്ന് മനസ്സിലാക്കാം. ദെൻ ഈ ലോ എന്താണെന്ന് ചോദിക്കാം. അപ്പൊ ലോ എഴുതും നമുക്ക് രണ്ട് രീതിയിൽ എഴുതാം. മാറ്റർ ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ്ഡ് എന്ന് എഴുതാം. മാസ് എന്ന് എഴുതുന്നതിനേക്കാൾ കുറച്ചുകൂടി ബെറ്റർ മാറ്റർ എന്ന് എഴുതുന്നതായിരിക്കും. പിന്നെ കെമിക്കൽ റിയാക്ഷൻ മാറ്റർ ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ്ഡ്. മാറ്റർ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനോ അതുപോലെ ഡിസ്ട്രോയ് ചെയ്യാനോ പറ്റില്ല എന്ന് എഴുതാം. അതല്ലെങ്കിൽ രണ്ടാമത്തെ സെന്റൻസ് എന്ന് പറയുന്നത്, ഇൻ എ കെമിക്കൽ റിയാക്ഷൻ ടോട്ടൽ മാസ് ഓഫ് ദ റിയാക്ടൻസ്, അതാണ് TMR ലഭിക്കുന്നത്. ടോട്ടൽ മാസ് ഓഫ് ദ റിയാക്ടൻസ് വിൽ ബി ഈക്വൽ ടു ദ ടോട്ടൽ മാസ് ഓഫ് ദ പ്രോഡക്റ്റ്. ടോട്ടൽ മാസ് ഓഫ് ദ റിയാക്ടൻസും ടോട്ടൽ മാസ് ഓഫ് ദ പ്രോഡക്ട്സും എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഈ രണ്ട് രീതിയിൽ എഴുതാം. സെക്കൻഡ് ആയിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ലോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വേറെ ഇതുപോലെ കെമിക്കൽ ഇക്വേഷൻസ് വെച്ച് ഫസ്റ്റ് ലോ ശരിയാണോ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം. എപ്പോഴും ചെക്ക് ചെയ്യുന്ന തൊട്ട് മുമ്പ് ഇക്വേഷൻ ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുക. ബാലൻസ് ചെയ്താൽ ഇക്വേഷൻ ശരിയാവുകയുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് സെക്കൻഡ് ലോയിലേക്ക് പോകാം. ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ. ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ ആണ് പറയുന്നത്. പേര് പോലെ തന്നെയാണ് ഓരോ ലോസും നമുക്ക് ആ നെയിം നോക്കി കണ്ടുപിടിക്കാൻ പറ്റും. നേരത്തെ പറഞ്ഞത് കൺസർവേഷൻ ഓഫ് മാസ്. മാസ് കൺസേർവ്ഡ് ആണ്, ചേഞ്ച് ഇല്ല. ബിഫോർ റിയാക്ഷനും ആഫ്റ്റർ റിയാക്ഷനും ചേഞ്ച് ഇല്ല. ഇവിടെ അതുപോലെ തന്നെ നമുക്ക് നെയിം ഉണ്ട് ചെറിയ. ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ. പ്രൊപ്പോർഷൻ സെയിം ആയിരിക്കും. മലയാളം മീഡിയംകാർ
പഠിച്ചു വെച്ചവർ ആലോചിച്ച് നോക്കുക എന്താണ് ഈ പ്രൊപ്പോർഷൻ എന്ന് അവർക്കൊരു ഡൗട്ട് വരും. റേഷ്യോ ആണ് ഈ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ അംശബന്ധം എന്നൊക്കെ പഠിച്ചിട്ടുള്ള ആ ഒരു സെയിം സാധനമാണ് ഈ പ്രൊപ്പോർഷൻ. ഓക്കെ, അപ്പോൾ ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ, പ്രൊപ്പോർഷൻ ഡെഫിനിറ്റ് ആയിരിക്കും എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഡെഫിനിറ്റ് മീൻസ് അത് കൃത്യമായിരിക്കും, അതിന് ചേഞ്ച് ഉണ്ടാവത്തേയില്ല, എപ്പോഴും സെയിം ആയിരിക്കും. ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ. അതായത് നമ്മളിപ്പോ കാർബൺ ഡയോക്സൈഡ് എന്നൊരു കോമ്പൗണ്ട് എടുക്കാം. കാർബൺ ഡയോക്സൈഡ് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മൾ ഉള്ളിലേക്ക് ഇൻഹേൽ ചെയ്ത് പുറത്തേക്ക് എക്സ്ഹേൽ ചെയ്യുന്ന ഗ്യാസ് ആണ് കാർബൺ ഡയോക്സൈഡ് ഗ്യാസ്. നമ്മുടെ പ്രപഞ്ചത്തിൽ ഒരുപാട് ഉള്ളൊരു ഗ്യാസ് ആണ്. കാർബണിനെ കുറിച്ച് എല്ലാവർക്കും അറിയായിരിക്കും. കാർബൺ ബേസ് ചെയ്ത് നിങ്ങളൊരു 2 ചാപ്റ്റേഴ്സോ 3 ചാപ്റ്റേഴ്സോ കെമിസ്ട്രിക്കകത്ത് പഠിച്ചിട്ടുണ്ട്. ഇനിയും ഒരുപാട് ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്. കാർബൺ അത്രമാത്രം ഉള്ളൊരു കോമ്പൗണ്ട് ആണ്. കാരണം എല്ലായിടത്തും നോക്കിയാലും കാർബൺ ഉണ്ട്. നമ്മൾ എന്ത് വസ്തുവിനെ എടുത്ത് കത്തിച്ചാലും നമുക്ക് കരി കിട്ടുകയാണെങ്കിൽ അത് കാർബൺ ആണ്. കരി മീൻസ് കാർബൺ ആണ്. കത്തിച്ചാൽ കരി കിട്ടുന്ന സാധനങ്ങളെല്ലാം കാർബൺ ആണെന്ന് അർത്ഥം. അതിനകത്തെല്ലാം കാർബൺ ഉണ്ട് അർത്ഥം. കത്തിച്ചാൽ കരി കിട്ടാത്ത വസ്തുക്കൾ വളരെ അപൂർവമാണ്. അപ്പൊ കത്തിച്ചാൽ കരി കിട്ടുന്ന എല്ലാ സാധനങ്ങളും കാർബൺ ഒന്ന് മീൻസ് അതിന്റെ അർത്ഥം എന്താണ്? 99% നമ്മുടെ എർത്തിൽ ഫുള്ളായിട്ട്, എർത്തിലല്ല എർത്തിന് പുറത്ത് പോയാലും കാർബൺ തന്നെയാണ് കൂടുതലുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞാൻ കാർബൺ ഡയോക്സൈഡ് ബേസ് ആയിട്ട് എടുത്തത്. കാർബൺ ഡയോക്സൈഡ് നമുക്ക് എങ്ങനെയൊക്കെ ഫോം ചെയ്യാം, നിങ്ങൾ അറിയാവുന്ന കോമൺ കേസസ് തന്നെ നമുക്കിവിടെ ചർച്ച ചെയ്യാം. കാർബൺ ഡയോക്സൈഡ് നമുക്ക് എങ്ങനെയൊക്കെ ഫോം ചെയ്യാം? നമുക്ക് കാർബൺ പ്ലസ് ഓക്സിജൻ ഗീവ്സ് കാർബൺ ഡയോക്സൈഡ് എന്ന്. അത് നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ള നോർമൽ ഇക്വേഷൻ, കാർബൺ പ്ലസ് ഓക്സിജൻ. എന്താണ് ഈ കാർബൺ പ്ലസ് ഓക്സിജൻ? നമ്മൾ ഈ വിറകെടുത്ത് കത്തിക്കുക, ഓക്സിഡേഷൻ റിയാക്ഷൻ 10th പഠിച്ചിട്ടുണ്ട്. ഓക്സിഡേഷൻ റിയാക്ഷൻ. ഇപ്പോൾ വിറക് നിങ്ങൾ മലയാളം മീഡിയക്കാരാണെങ്കിൽ ജ്വലനം എന്ന് പഠിച്ചിട്ടുണ്ട്. അതായത് കാർബൺ പ്ലസ് ഓക്സിജൻ, ഒരു വിറക് കത്തിക്കുകയാണ്, അതാണ് കാർബൺ ആണ് വിറക്, പ്ലസ് ഓക്സിജൻ. കത്തിക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഓക്സിജനുമായിട്ടുള്ള റിയാക്ഷൻ ആണ് ചെയ്തത്. ഓക്കെ, അപ്പോൾ കാർബൺ പ്ലസ് ഓക്സിജൻ ഗീവ്സ് കാർബൺ ഡയോക്സൈഡ്. അപ്പൊ ഇങ്ങനെ കാർബൺ ഡയോക്സൈഡ് ഫോം ചെയ്യാൻ പറ്റും. പിന്നെ എങ്ങനെ ഫോം ചെയ്യാം? കാർബൺ മോണോക്സൈഡ് പ്ലസ് ഓക്സിജൻ ഗീവ്സ് കാർബൺ ഡയോക്സൈഡ്. കാർബൺ മോണോക്സൈഡ്, എന്താണ് കാർബൺ മോണോക്സൈഡ്? വളരെ അധികം പോയിസണസ് ആയിട്ടുള്ള ഒരു ഗ്യാസ് ആണ് കാർബൺ മോണോക്സൈഡ്. നമ്മുടെ റെഫ്രിജറേറ്ററിന്റെയും അതുപോലെ തന്നെ AC പോലുള്ള വസ്തുക്കളുടെ ഉപയോഗം കാരണവും പ്ലാസ്റ്റിക് കത്തിക്കുന്നതൊക്കെ കാരണവും ഫാക്ടറീസിൽ നിന്നൊക്കെ പുറത്തു വരുന്ന ഒരു പോയിസണസ് ആയിട്ടുള്ള ഗ്യാസ് ആണ് കാർബൺ മോണോക്സൈഡ് എന്ന് പറയുന്നത്. നമ്മുടെ ഉള്ളിൽ പോവുകയാണെങ്കിൽ നമ്മൾ മരിക്കാൻ വരെ ചാൻസ് ഉണ്ട്. അപ്പൊ അതുപോലെ ഇതാണ് കാർബൺ മോണോക്സൈഡ്. ഈ കാർബൺ മോണോക്സൈഡും ഓക്സിജനും കൂടെ കമ്പൈൻ ചെയ്താലും കാർബൺ ഡയോക്സൈഡ് ഗ്യാസ് ഫോം ചെയ്യും. നെക്സ്റ്റ് തേർഡ് ഗ്യാസ് എന്ന് പറയുന്നത് കാൽസ്യം കാർബണേറ്റ്. അത് ബേൺ ചെയ്താൽ നമുക്ക് കാൽസ്യം ഓക്സൈഡ് പ്ലസ് കാർബൺ ഡയോക്സൈഡ്. കാൽസ്യം കാർബണേറ്റ് കേട്ടിട്ടുണ്ടായിരിക്കും. കാൽസ്യം കാർബണേറ്റ് നമ്മുടെ മാർബിളിലൊക്കെ ഉള്ള സാധനമാണ് കാൽസ്യം കാർബണേറ്റ്. നമ്മുടെ പല്ലിൽ കാൽസ്യം ഉണ്ട്. ഓക്കെ, കാൽസ്യം കാർബണേറ്റ് എന്ന് പറയുന്നത് നമ്മൾ മാർബിൾ പോലുള്ള സാധനങ്ങൾ, മുട്ടത്തോട് അതിലൊക്കെ ഉള്ളതാണ് കാൽസ്യം കാർബണേറ്റ് എന്ന് പറയുന്നത്. ഈ കാൽസ്യം കാർബണേറ്റ് ഹീറ്റ് ചെയ്താലും നമുക്ക് കിട്ടുന്നത് കാൽസ്യം ഓക്സൈഡ് പ്ലസ് കാർബൺ ഡയോക്സൈഡ് ആണ്. അപ്പൊ ഈ 3 കേസിൽ നമുക്ക് കാർബൺ ഡയോക്സൈഡ് കിട്ടി അല്ലെ? 3 വ്യത്യസ്ത രീതികളിൽ നമ്മൾ കാർബൺ ഡയോക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്തു. ഇതൊക്കെ നിങ്ങൾ പണ്ടേ പരിചയപ്പെട്ടിട്ടുള്ള ഈ കാർബൺ ഡയോക്സൈഡ് ഫോം ചെയ്യുന്ന റിയാക്ഷൻസ്. ഇനി ഇതെങ്ങനെയാണ് ഫോം ചെയ്തത്? ഇതിനൊരു കോമൺ കാര്യമുണ്ട്. ആ റീസൺ ആണ് ഞാനിവിടെ പറയാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്കിവിടെ 3 കേസസ് കണ്ടു. കാർബൺ ഡയോക്സൈഡ് ഫോം ചെയ്തു. എങ്ങനെയൊക്കെ കാർബൺ ഡയോക്സൈഡ് ഫോം ചെയ്തു? 3 രീതിയിൽ കാർബൺ ഡയോക്സൈഡ് ഫോം ചെയ്തു. ഈ കാർബൺ ഡയോക്സൈഡ് 3 രീതിയിൽ ഫോം ചെയ്തപ്പോഴും ഇതിന്റെ മാസിന്റെ റേഷ്യോന്, അതായത് കാർബണും ഓക്സിജനും തമ്മിലുള്ള മാസിന്റെ റേഷ്യോന് എന്തെങ്കിലും ചേഞ്ച് വന്നിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഇപ്പൊ ഇവിടെ കാർബൺ 3 രീതിയിൽ ഫോം ചെയ്തിട്ടുണ്ട്. അപ്പൊ 3 രീതിയിൽ ഫോം ചെയ്തപ്പോഴും എത്ര കാർബൺ ഉണ്ട്? കാർബൺ ഡയോക്സൈഡ് ഫോം ചെയ്തപ്പോൾ കാർബൺ എത്രയുണ്ട്? ഒരു കാർബൺ ആറ്റം ആണ് ഉള്ളത്. ഒരു കാർബൺ ആറ്റം എന്ന് പറയുമ്പോൾ അറ്റോമിക് മാസ് ഓഫ് കാർബൺ ഈസ് ഈക്വൽ ടു 12. സോ 12 ഈസ് ടു പ്രൊപ്പോർഷൻ ആണ്, അതുകൊണ്ടാണ് ഈസ് ടു ഇട്ടത്. 12 ഈസ് ടു ഓക്സിജൻ. ഓക്സിജന്റെ അറ്റോമിക് മാസ് എത്രയാണ്? ഓക്സിജന്റെ അറ്റോമിക് മാസ് 16 ആണ്. ഇവിടെ O2 ആണ്, CO2. അതിൽ 2 ഓക്സിജൻസ് ആണ് ഉള്ളത്. Therefore 16 plus 16 that is 32. ഇവിടെയും ഇത് തന്നെയാണല്ലോ, 12 ഉം 32. ഇവിടെയും സെയിം തന്നെയല്ലേ, 12 ഉം 32. ഇതിന്റെ റേഷ്യോ എങ്ങനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 2 വെച്ച് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. അപ്പോൾ 6 ആവും. ഇതിനെ 16 ആവും. ഇനി സിംപ്ലിഫൈ ചെയ്യാം, 3 ആകും. ഇനി സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 8. അതായത് 3:8. കാർബൺ ഡയോക്സൈഡ് നമ്മൾ 3 രീതിയിൽ പ്രിപ്പയർ ചെയ്തു. 3 അല്ല, നമുക്ക് ഒരുപാട് രീതിയിൽ കാർബൺ ഡയോക്സൈഡ് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. 3 അല്ല 3000 രീതിയിൽ നമുക്ക് കാർബൺ ഡയോക്സൈഡ് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ എങ്ങനെയൊക്കെ പ്രിപ്പയർ ചെയ്താലും പ്രിപ്പയർ ചെയ്യുന്നത് കാർബൺ ഡയോക്സൈഡ് ആണെങ്കിൽ, കാർബൺ ഡയോക്സൈഡ് ആണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ അതിന്റെ റേഷ്യോ, മാസിന്റെ റേഷ്യോ എപ്പോഴും 3:8. ഈ ഒരു സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോയിലായിരിക്കും. 3:8 എന്ന റേഷ്യോയിലായിരിക്കും.
അതാണ് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്. നമ്മളൊരു എലമെന്റ് ഏതൊക്കെ രീതിയിൽ പ്രിപ്പയർ ചെയ്താലും അതിന്റെ മാസിന്റെ റേഷ്യോ എപ്പോഴും സെയിം ആയിരിക്കും. ദാറ്റ് ഈസ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷനിലായിരിക്കും എന്ന് കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞു. നമ്മളൊരു കോമ്പൗണ്ട് എങ്ങനെയൊക്കെ ഫോം ചെയ്താലും അതിന്റെ മാസിന്റെ റേഷ്യോ എന്തായിരിക്കും? ഡെഫിനിറ്റ് പ്രൊപ്പോർഷനിലായിരിക്കും. ഓക്കെ, അതാണ് സെക്കൻഡ് കേസിൽ പറഞ്ഞിരിക്കുന്നത്. ഇതെങ്ങനെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും? പെട്ടെന്ന് കണ്ടിട്ട് 3 സ്ഥലത്തും നമുക്കിപ്പോൾ ചിലപ്പോൾ 2 റിയാക്ഷൻ ആയിരിക്കും. മിക്കവാറും എക്സാമ്പിൾസിന് 2 റിയാക്ഷൻ ആയിരിക്കും തന്നിരിക്കുന്നത്. 2 റിയാക്ഷൻസ് അല്ലെങ്കിൽ 2 എക്സാമ്പിൾസ് ഇങ്ങനെ തന്നിരിക്കുന്നത്. ഞാൻ ഇവിടെ 3 എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട്, 2 എക്സാമ്പിൾ ആയിട്ട് തന്നിരിക്കുന്നത്. രണ്ടിലും പ്രോഡക്റ്റ് സെയിം ആണോ നോക്കുക. പ്രോഡക്റ്റ് സെയിം ആണ്. ഇവിടെ കാർബൺ ഡയോക്സൈഡ് കാർബൺ ഡയോക്സൈഡ് കാർബൺ ഡയോക്സൈഡ്. പ്രോഡക്റ്റ് സെയിം ആണെങ്കിൽ ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ നമ്മൾ 2 രീതിയിൽ യൂസ് ചെയ്തപ്പോഴും 3 രീതിയിൽ ശ്രമിച്ചപ്പോഴും എപ്പോഴും കാർബൺ ഡയോക്സൈഡ് ആണ് ഫോം ചെയ്തത്. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാർബൺ ഡയോക്സൈഡ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും എലമെന്റ്, അതായത് ഇപ്പോൾ അമോണിയം ആയിരിക്കാം അല്ലെങ്കിൽ വാട്ടർ ആയിരിക്കാം, വേറെ ഏതെങ്കിലും ഒരു കോമ്പൗണ്ട്, ഏത് കോമ്പൗണ്ട് ആണെങ്കിലും അതാണ് റിപ്പീറ്റ് ആയിട്ട് മുകളിലും താഴെയും 2 എക്സാമ്പിൾസിലും വന്നിരിക്കുന്നെങ്കിൽ, പ്രോഡക്റ്റിന്റെ 2 എക്സാമ്പിളും വന്നിരിക്കുന്നെങ്കിൽ അത് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ. കാരണം ആ ഒരു കോമ്പൗണ്ടിന്റെ പ്രൊപ്പോർഷന്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ആ ഒരു കോമ്പൗണ്ട് എപ്പോഴും ഡെഫിനിറ്റ് ആയിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ അല്ലേ? ഇനി തേർഡ് ലോ. തേർഡ് ലോ പറയുന്നത് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. നമ്മളത്തെ ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ ആണ് പറഞ്ഞത്. ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ മീൻസ് എന്തായിരുന്നു? എങ്ങനെയൊക്കെ ഒരു കോമ്പൗണ്ട് നമ്മൾ ഫോം ചെയ്താലും അതിനകത്തുള്ള കോമ്പൗണ്ടിന്റെ മാസിന്റെ റേഷ്യോ അല്ലെങ്കിൽ മാസിന്റെ പ്രൊപ്പോർഷൻ ഡെഫിനിറ്റ് ആയിരിക്കും, ചേഞ്ച് ഉണ്ടാവത്തില്ല എന്നാണ് പറഞ്ഞത്. ഇവിടെ മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു കോമ്പൗണ്ടിന്റെ കാര്യമല്ല, അവിടെയും ഇവിടെയുമുള്ള 2 കോമ്പൗണ്ടിന്റെ ഇടയ്ക്കുള്ള എലമെന്റ്സിന്റെ കാര്യമായിരിക്കും പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് മൾട്ടിപ്പിൾ എന്ന് പറയുന്നത്. നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാന്ന് പറയുന്നത് 2 കാര്യങ്ങളിൽ എപ്പോഴും വരുന്നത്. അപ്പോൾ മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ ഉദ്ദേശിക്കുന്ന 2 കോമ്പൗണ്ട്സിന്റെ കേസിലുള്ള ഏതെങ്കിലും 2 എലമെന്റ്സിന്റെ കാര്യമായിരിക്കും പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് അതുപോലെ 2 എക്സാമ്പിൾസ് എടുക്കാം. അതായത് നമുക്കിപ്പോ ഹൈഡ്രജനും ഓക്സിജനും ചേർന്ന് എന്ത് ഫോം ചെയ്യും? ഹൈഡ്രജനും ഓക്സിജനും ചേർന്ന് എന്തൊക്കെ ഫോം ചെയ്യാം? നമുക്കറിയാവുന്ന കേസാണ്. ഹൈഡ്രജനും ഓക്സിജനും ചേർന്ന് വാട്ടർ ഫോം ചെയ്യുന്ന എല്ലാവർക്കും അറിയാം. എത്ര പഠിക്കാത്ത, എത്ര അറിവില്ലാത്ത ഒരു കുട്ടിക്ക് പോലും സയൻസ് പഠിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ 10th വരെ എത്തിയിട്ടുണ്ടോ ആ കുട്ടിക്ക് അറിയാം ഹൈഡ്രജനും ഓക്സിജനും അറിയാം. ഹൈഡ്രജൻ ഓക്സിജൻ ചേർന്ന് വാട്ടർ ഫോം ചെയ്യുന്നത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അല്ലെ? അപ്പൊ ഈ ഹൈഡ്രജനും ഓക്സിജൻ നിന്ന് വാട്ടർ മാത്രമാണ് ഫോം ചെയ്യുന്നത്, വേറെ എന്തെങ്കിലും ഫോം ചെയ്തില്ലേ? അതിലാണ് നമുക്ക് ഈ ലോ പറയുന്നത്. 2 എലമെന്റ്സ് കമ്പൈൻ ചെയ്ത് ഒന്നിൽ കൂടുതൽ കോമ്പൗണ്ട്സ് ഫോം ചെയ്യുകയാണെങ്കിൽ, if 2 elements combine to form more than one compound, അതാണ് നമ്മുടെ ലോ. if 2 elements combine to form more than one compound, so 2 elements ഹൈഡ്രജനും ഓക്സിജൻ ചേർന്ന് വാട്ടർ ഫോം ചെയ്തു. മാസിന്റെ റേഷ്യോ ആണ് നമ്മൾ എപ്പോഴും എടുക്കുന്നത്. അതുകൊണ്ട് ഇക്വേഷൻ കറക്റ്റ് ആണോ എന്ന് എപ്പോഴും ചെക്ക് ചെയ്തോണം. ഇപ്പൊ ഇവിടെ കറക്റ്റ് അല്ല, ഇവിടെ 2 ഹൈഡ്രജൻ 2 ഹൈഡ്രജൻ, പക്ഷെ ഇവിടെ ഓരോ ഓക്സിജനേ ഉള്ളൂ. ഇവിടെ 2 ഓക്സിജൻ കൊടുത്തിട്ടുണ്ട്. ഹാഫ് ആക്കാം. പല രീതിയിൽ നമുക്ക് ഇതിനെ സിംപ്ലിഫൈ ചെയ്യാം. നമുക്ക് ഏത് രീതി വേണോ സിംപ്ലിഫൈ ചെയ്യാം. അതിൽ ഒരു സിംപ്ലിഫിക്കേഷൻ മെത്തേഡാണ് ഞാൻ അവിടെ ചെയ്യുന്നത്, നോർമൽ മെത്തേഡ്. ഇനി പ്രോപ്പർ ആയിട്ട് കറക്റ്റ് ടെക്നിക്കൽ മെത്തേഡ് സിംപ്ലിഫൈ ചെയ്യാൻ നിങ്ങൾ ഒരു 8th ചാപ്റ്ററിൽ, ഈ വർഷം തന്നെ 8th ചാപ്റ്ററിൽ റിഡോക്സ് റിയാക്ഷൻ എന്ന ചാപ്റ്റർ നിങ്ങൾ പഠിക്കുന്നതാണ്. ഓക്കെ, ഇപ്പൊ ഞാൻ അവിടെ സിംപ്ലിഫൈ ചെയ്തു, ഹാഫ് ഓക്സിജൻ ആക്കി. 2 ഓക്സിജന്റെ ഹാഫ്, അതായത് 1 ഓക്സിജൻ. കറക്റ്റ് ആയല്ലോ. ഇനി ഹൈഡ്രജൻ ഓക്സിജൻ വേറൊരു സാധനം ഫോം ചെയ്യും. നിങ്ങളത് കണ്ടിട്ടുണ്ടായിരിക്കും, ചിലപ്പോൾ ഫോർമുല എഴുതുമ്പോൾ മനസ്സിലാവും. H2O2 ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ന് പറയും. നമ്മൾ ഹോസ്പിറ്റൽസിലൊക്കെ പോകുമ്പോൾ മുറിവൊക്കെ പറ്റിയാണെങ്കിൽ അവരൊരു സംഭവം അതിനകത്ത് ഒഴിക്കും. അതാണ് ഹൈഡ്രജൻ പെറോക്സൈഡ്. കുറച്ച് മുറിവൊക്കെ വൃത്തിയാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഹൈഡ്രജൻ പെറോക്സൈഡ്. അതിനകത്ത് ഹൈഡ്രജനും ഓക്സിജനുമാണ് യൂസ് ചെയ്യുന്നത്. വേറെ പ്രൊപ്പോർഷൻ ആണെന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ 2 എലമെന്റ്സ് കമ്പൈൻ ചെയ്ത് ഒന്നിൽ കൂടുതൽ കോമ്പൗണ്ട്സ് ഫോം ചെയ്ത് ഹൈഡ്രജനും ഓക്സിജനും കമ്പൈൻ ചെയ്തിട്ട് വാട്ടർ മാത്രമല്ല ഹൈഡ്രജൻ പെറോക്സൈഡ് ഫോം ചെയ്യുകയാണെങ്കിൽ ഇതിനകത്തെ മാസിന്റെ റേഷ്യോ, എല്ലാ മാസിന്റെ ബേസിലാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ മാസിന്റെ റേഷ്യോ എങ്ങനെയാണെന്ന് നോക്കാം. ഇതില് ഇപ്പൊ H2 അത് പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. ഇവിടെ 2 കോമ്പൗണ്ട് ഉണ്ട്. അപ്പൊ അത് നോക്കേണ്ട കാര്യം നമ്മൾ ഇനി നോക്കേണ്ടത് ഏതാണ്? ഇതാണ് നോക്കേണ്ടത്. ഹാഫ് O2 ഹാഫ് O2 എന്ന് പറയുമ്പോൾ O2ന്റെ ഹാഫ്, പകുതി, ഒരു ഓക്സിജനേ ഉള്ളൂ, 16 ഗ്രാം. ഇവിടെ 2O2 2 ഓക്സിജൻ ഉണ്ട്, 32 ഗ്രാം. ഇത് തമ്മിലുള്ള റേഷ്യോ 16:32. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 1:2. ഇതൊരു സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ ആയിരിക്കും. വളരെ സിമ്പിൾ ആയിട്ടുള്ള ലോ ആണ് പറയുന്നത്. എന്താണ് ലോയ്ക്കകത്ത് പറയുന്നത്? if 2 elements combine to form more than one compound, 2 എലമെന്റ്സ് കമ്പൈൻ ചെയ്ത് ഒന്നിൽ കൂടുതൽ കോമ്പൗണ്ട് ഫോം ചെയ്യുകയാണെങ്കിൽ they will be in a simple whole number.
അതിന്റെ റേഷ്യോ സിമ്പിൾ ഹോൾ നമ്പർ ആയിരിക്കും. രണ്ട് എലമെന്റ്സ് കമ്പൈൻ ചെയ്തു, ഹൈഡ്രജൻ ഓക്സിജൻ ഇവിടുത്തെ രണ്ട് എലമെന്റ്സ് കമ്പൈൻഡ് ഫോം മോർ ദാൻ വൺ കോമ്പൗണ്ട്. രണ്ട് കോമ്പൗണ്ട് ഫോം ചെയ്തില്ലേ, വാട്ടറും ഫോം ചെയ്തു, ഹൈഡ്രജൻ പെറോക്സൈഡും ഫോം ചെയ്തു. They will be in a simple whole number. റിയാക്ടൻസിന്റെ മാസ് ആണ് പറയുന്നത്. ഒന്ന് പ്രത്യേകിച്ച് പറയാനില്ല, സെയിം ആണ്. അപ്പൊ ബാക്കിയുള്ള രണ്ടെണ്ണം എന്തായിരിക്കും? ഈ ഓക്സിജന്റെ റേഷ്യോ സിമ്പിൾ ഹോൾ നമ്പർ ആണ്. ഹോൾ നമ്പേഴ്സ് അറിയാം, 1 2 3 എക്സെട്ര. സിമ്പിൾ ഹോൾ നമ്പേഴ്സിലായിരിക്കും. തേർഡ് ലോയും ആണ്. അപ്പൊ നമ്മൾ മൂന്ന് ലോസ് പറഞ്ഞു: ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്, ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ, ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. ഇനി ഫോർത്ത് ആൻഡ് ലാസ്റ്റ് ലോ വളരെ സിമ്പിൾ ആയിട്ടുള്ള ലോ ആണ്. ഈ ലോയിനെക്കാട്ടിലും വളരെ സിമ്പിൾ ആണ്. ഒറ്റ നോട്ടിൽ തന്നെ നമുക്ക് ഏത് ലോ ആണ് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ലോ ആണ്. അടുത്ത ലോ ആണ് ഗേ-ലുസാക്സ് ലോ ഓഫ് ഡെഫിനിറ്റ് വോളിയം. ഇത്ര നേരം പഠിച്ചാലും ചെറിയ വ്യത്യാസം ഉണ്ടല്ലോ. ഫസ്റ്റ് നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ആണ് ഇവിടെ പറഞ്ഞത്. സെക്കൻഡ് പഠിച്ച ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ. അവിടെയും സെന്റൻസിനകത്ത് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ ബൈ മാസിന്റെ പ്രൊപ്പോർഷൻ ആണ് നമ്മൾ എടുത്തത്. അവിടെയും മാസ് ഉണ്ടായിരുന്നു. നമ്മൾ ഗ്രാം വെച്ചല്ലേ എല്ലാത്തിന്റെയും റേഷ്യോ എടുത്തത്. തേർഡ് കേസ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. അവിടെ നമ്മൾ മാസ് അല്ലേ നോക്കിയത്. ഇവിടെ മാത്രം ഗേ-ലുസാക്സ് ലോ ഓഫ് ഡെഫിനിറ്റ് വോളിയം ആണ് എടുക്കുന്നത്. ഇപ്പൊ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമുക്കൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല, ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അവിടെ വോളിയം മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഗേ-ലുസാക്സ് ലോ ആയിരിക്കും. എക്സാമ്പിൾ ഇപ്പോൾ 50 മില്ലി ഹൈഡ്രജൻ പ്ലസ് 100 മില്ലി ഓക്സിജൻ ഗിവ്സ് 150 മില്ലി വാട്ടർ. സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. കാരണം ഈ ഒരു കാര്യം കൂടെ മെൻഷൻ ചെയ്ത് കൊടുത്തേക്കും. മില്ലിലിറ്റർ എന്തിന്റെ യൂണിറ്റ് ആണ്? വോളിയത്തിന്റെ യൂണിറ്റ് ആണ് മില്ലിലിറ്റർ. സോ മില്ലിലിറ്റർ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇത് എന്താണ്? വോളിയത്തിന്റെ. വോളിയം ഏത് ലോ ആണ്? ഗേ-ലുസാക്സ് ലോ ഓഫ് ഡെഫിനിറ്റ് വോളിയം ആണ് നമ്മൾ ഇതിനകത്ത് വന്നിരിക്കുന്നത്. അപ്പൊ വോളിയം കാണുമ്പോൾ തന്നെ ഒറ്റ അടിക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണ്? ഗേ-ലുസാക്സ് ലോ ആണ്. ഇപ്പൊ ഇതിന്റെ സെന്റൻസ് എന്താണ്? ഗേ-ലുസാക്സ് ലോയ്ക്കകത്ത് പറയുന്നത് ഗ്യാസസ് കമ്പൈൻ ടു ഫോം ഗേഷ്യസ് പ്രോഡക്റ്റ്. ഗ്യാസസ് കമ്പൈൻ ചെയ്ത് ഗേഷ്യസ് പ്രോഡക്റ്റ് ഫോം ചെയ്യുകയാണെങ്കിൽ, ഇപ്പൊ ഇവിടെ ഗ്യാസ് ആണ്, ഹൈഡ്രജൻ ഒരു ഗ്യാസ് ആണ്, ഓക്സിജൻ ഒരു ഗ്യാസ് ആണ്. ഇത് വാട്ടർ ഫോം ചെയ്യുന്ന ഗ്യാസ് അല്ല, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഫോർമേഷൻ ആണെന്ന് വിചാരിക്കുക. അതായത് വാട്ടർ വേപ്പർ ഫോം ചെയ്തു എന്ന് വിചാരിക്കുക. വാട്ടറിന് ഒരു ലിക്വിഡ് ഫേസ് മാത്രമല്ല ഉള്ളത്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുപോലെ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ ലിക്വിഡ് ആണെന്ന് പഠിച്ചു വെച്ചിരിക്കുന്ന കുറെ കാര്യങ്ങൾ ഗ്യാസ് ആണ്. എക്സാമ്പിൾ ആണ് നമ്മുടെ HCl, ഹൈഡ്രജൻ ക്ലോറൈഡ് ഗ്യാസ് എന്നാണ് പറയുന്നത്. ഹൈഡ്രജൻ ക്ലോറൈഡ് ഗ്യാസ് നിങ്ങൾ പഠിച്ചു വെച്ചെങ്കിൽ HCl എന്ന് എഴുതുമ്പോൾ ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്നാണ് എല്ലാവരും ഓർത്ത് വെച്ചെങ്കിൽ. പക്ഷെ അതെന്താണ്? HCl ഹൈഡ്രജൻ ക്ലോറൈഡ് ഗ്യാസ് ആണ്. അപ്പൊ അതുപോലെ നമ്മൾ കമ്പയർ ചെയ്യുക, ഇത് വാട്ടർ അല്ല, ഇതൊരു ഗ്യാസ് ആണ്. അതായത് വാട്ടർ വേപ്പർ ആണെന്ന് വിചാരിക്കുക. അങ്ങനെ വിചാരിച്ചാലേ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ഗേ-ലുസാക്സ് ലോ ഓഫ് ഡെഫിനിറ്റ് വോളിയത്തിനകത്ത് പറയുന്നത് ഗ്യാസസ് കമ്പൈൻഡ് ഫോം ഗേഷ്യസ് പ്രോഡക്റ്റ്. അതായത് ഗ്യാസസ് കമ്പൈൻ ചെയ്ത് ഒരു ഗേഷ്യസ് പ്രോഡക്റ്റ്, ഗ്യാസിന്റെ ഒരു പ്രോഡക്റ്റ് ഫോം ചെയ്യുകയാണെങ്കിൽ അതിന്റെ റേഷ്യോ എന്തായിരിക്കും? സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ. നേരത്തെ പറഞ്ഞ അതേ കേസാണ് സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ. അതായത് ഇവിടെ നോക്കിയാൽ തന്നെ സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ ആണ് 50 100 1:2. റേഷ്യോ എന്താണ്? 1:2 എന്ന സിമ്പിൾ ഹോൾ നമ്പറിലാണ് വന്നിരിക്കുന്നത്. 100ന്റെ പകുതിയിൽ 50, സോ 1:2. 4 ലോസ് ആണ് നമ്മൾ പഠിച്ചത്. ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്ഷൻസ് ആണ്. നമ്മൾ ഈ ചാപ്റ്റർ മൂന്നായിട്ട് തരംതിരിച്ചിരിക്കുന്നത് പറഞ്ഞു. ഫസ്റ്റ് കെമിക്കൽ ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ എന്ന് പറഞ്ഞ ഫസ്റ്റ് ഒരു സെക്ഷൻ. സെക്കൻഡ് എന്തായിരുന്നു? ബേസിക് ആയിട്ട് നിങ്ങൾ 10th പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്, ഒന്നും കൂടെ എടുത്തു പറയുന്നേ ഉള്ളൂ. തേർഡ് നമ്മൾ പറഞ്ഞ കാര്യം സൊല്യൂഷൻസിന്റെ ചാപ്റ്റർ ആണ്. സൊല്യൂഷൻ എന്താണ്, അതിന്റെ കോൺസെൻട്രേഷൻ, ഈ 3 കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ മെയിൻ ആയിട്ടുള്ളത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതും അതുപോലെ എല്ലാ എക്സാംസിനും ചോദിക്കുന്നതാണ്. ഇപ്പൊ ടെസ്റ്റ് പേപ്പറിനാവാം, അതുപോലെ തന്നെ സ്കൂളിലെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിനാകാം, അതല്ലെങ്കിൽ ഓൺ എക്സാം, അല്ലെങ്കിൽ മോഡൽ എക്സാം, ഫൈനൽ എക്സാം, ഏത് എക്സാം ആയിരിക്കട്ടെ, ഈ ചാപ്റ്റർ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടോ? ഈ ചാപ്റ്ററിൽ ചോദിക്കുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മെയിൻ ക്വസ്റ്റ്യൻ, ഒരിക്കലും ഒഴിവാക്കാൻ പറ്റില്ലാത്ത ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും ഈ 4 ലോസ്. 4 ലോസിൽ മിനിമം 1 ലോ അല്ലെങ്കിൽ മാക്സിമം 2 ലോസ് വരെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഈ 4 ലോസും എങ്ങനെയാണ് ചോദിക്കുന്നത്? ഇല്ലുസ്ട്രേഷൻ തന്നിരിക്കും, ഇതുപോലെ ഒരു ഇല്ലുസ്ട്രേഷൻ ആയി തന്നിരിക്കുന്ന ഇല്ലുസ്ട്രേഷൻ അല്ലെങ്കിൽ എക്സാമ്പിൾ വന്നിട്ട് ഏത് ലോ ആണെന്ന് ചോദിക്കും, അതിനൊരു മാർക്ക്. ലോ ഡെഫിനിഷൻ ചെയ്ത് അതിന് 2 മാർക്ക്, 3 മാർക്ക് ഈസി ആയിട്ട് കിട്ടും. അപ്പൊ 4 ലോസ് ഞാൻ ഒന്നുകൂടെ പറയാം.
ഏതൊക്കെയാണ് 4 ലോസ്? ഫസ്റ്റ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. അതിനകത്ത് നമുക്ക് പറയുന്നതാണ് മാറ്റർ ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ്ഡ്. മാറ്റർ നമുക്ക് നിർമ്മിക്കുവാനോ നശിപ്പിക്കുവാനോ സാധിക്കത്തില്ല. ഇങ്ങനെ ഒരു ഡെഫിനേഷൻ നമുക്ക് എഴുതാം. വളരെ ഈസി ആയിട്ട് എഴുതാൻ പറ്റുന്ന ഡെഫിനേഷനാണ് ഇത്. അതല്ലെങ്കിൽ TMR is equal to TMP എന്ന് നിങ്ങൾ എഴുതിയിട്ടുണ്ട്. ഞാൻ ഷോർട്ട് ആയിട്ട് എഴുതാണ്. അത് ഓർത്ത് വെക്കുക. എക്സാമിന് അങ്ങനെ TMR TMP എഴുതരുത്. ഞാൻ പഠിക്കാൻ വേണ്ടി ഞാൻ ഓർത്ത് വെച്ച ഒരു ഷോർട്ട് ഫോം ആണ് അത്. നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി നിങ്ങൾക്ക് അത് വേണമെങ്കിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതാണോ അത് യൂസ് ചെയ്യാം. TMR is equal to TMP എന്ന് പറയുകയാണെങ്കിൽ ടോട്ടൽ മാസ് ഓഫ് ദ റിയാക്ടൻസ് is equal to the total mass of the product. അപ്പോൾ in a chemical reaction, അതാണ് സെൻസ്. In a chemical reaction, total mass of the reactants will be equal to the total mass of the product. ഒരു കെമിക്കൽ റിയാക്ഷൻ എടുക്കുമ്പോൾ ടോട്ടൽ മാസ് ഓഫ് ദ റിയാക്ടൻസും ടോട്ടൽ മാസ് ഓഫ് ദ പ്രോഡക്റ്റും എപ്പോഴും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും, ചേഞ്ച് ഇല്ല. അപ്പൊ അത് നോക്കി പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരൊറ്റ റിയാക്ഷനെ തന്നിട്ടുള്ളൂ എങ്കിൽ, അത് മാത്രമല്ല റിയാക്ഷൻ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും മാസും തന്നിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ്ലി കൂട്ടി നോക്കാൻ ലെഫ്റ്റും റൈറ്റും ഈക്വൽ ആണെങ്കിൽ അത് ഫസ്റ്റ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. ഇനി സെക്കൻഡ് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ. അവിടെ 2 എക്സാമ്പിൾസ് ആയിരിക്കും എപ്പോഴും തന്നിരിക്കുന്നത്. സെക്കൻഡ് ലോയിലും തേർഡ് ലോയിലും എപ്പോഴും 2 എക്സാമ്പിൾസ് ആയിരിക്കും തന്നിരിക്കുന്നത്. അപ്പൊ സെക്കൻഡ് ലോയ്ക്കകത്ത് എന്താണ്? ഞാൻ 3 എക്സാമ്പിൾ വെച്ചാണ് സെക്കൻഡ് ലോ പറയുന്നത്, ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ. കാർബൺ ഡയോക്സൈഡ് നമുക്ക് 3 രീതിയിൽ ഫോം ചെയ്യാൻ പറ്റും, അല്ലെ? കാർബൺ ഡയോക്സൈഡ് നമുക്ക് 3 രീതിയിൽ ഫോം ചെയ്യാം. 3000 രീതിയിൽ ഫോം ചെയ്യാം. അതിനകത്ത് 3 രീതി മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. 3000 ഉണ്ട്, അതിൽ കൂടുതൽ രീതികളുണ്ട്. കാർബൺ ഡയോക്സൈഡ് നമുക്ക് കാർബൺ പ്ലസ് ഓക്സിജൻ, അതായത് വെറുതെ കത്തിച്ചാൽ കാർബൺ ഡയോക്സൈഡ് ഫോം ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ കാർബൺ മോണോക്സൈഡ് പ്ലസ് ഓക്സിജൻ, കാർബൺ മോണോക്സൈഡും ഓക്സിജനും കമ്പൈൻ ചെയ്ത് കാർബൺ മോണോക്സൈഡ് കാർബൺ ഡയോക്സൈഡ് ഫോം ചെയ്യാൻ പറ്റും. അതും അല്ലെങ്കിൽ കാൽസ്യം കാർബണേറ്റ് നമ്മൾ ഹീറ്റ് ചെയ്യാൻ, ഡെൽറ്റ ആയിട്ടിരിക്കുന്നത് ഹീറ്റിംഗ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. കാൽസ്യം കാർബണേറ്റ് എടുത്ത് നമ്മൾ ഹീറ്റ് ചെയ്താലും നമുക്ക് എന്ത് കിട്ടും? കാർബൺ ഡയോക്സൈഡ് കിട്ടും. എങ്ങനെയൊക്കെ കാർബൺ ഡയോക്സൈഡ് കിട്ടും? CO2 എന്ന ഫോർമുലയിൽ നമുക്ക് കിട്ടുന്നത്. അതിനകത്തുള്ള മാസിന്റെ റേഷ്യോ 3:8 ആണ്. അതായത് 12:32 എന്ന റേഷ്യോനെ സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോഴാണ് കാർബൺ ഡയോക്സൈഡ് CO2 എന്നതിന്റെ റേഷ്യോ 3:8 ആയി. ഈ 3 കേസിൽ നമുക്ക് CO2 എന്ന് തന്നെയാണ് കിട്ടുന്നത്. അപ്പൊ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകാനുള്ള ഐഡിയ എന്ന് പറയുന്നത് എന്താണ്? നോക്കുക, നമ്മുടെ പ്രോഡക്റ്റിൽ എന്താണ് ഫോം ചെയ്തിരിക്കുന്നത്. പ്രോഡക്റ്റിൽ 3 എക്സാമ്പിൾ തന്നിരിക്കുന്നത്. 3 എക്സാമ്പിളും ഒരേ പ്രോഡക്റ്റ് ആണ് ഫോം ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ 2 എക്സാമ്പിൾ എപ്പോഴും 2 എക്സാമ്പിളേ തരുള്ളൂ. 2 എക്സാമ്പിളും പ്രോഡക്റ്റിൽ ഒരേ പ്രോഡക്റ്റ് ആണ് ഫോം ചെയ്തിരിക്കുന്നത്, ഒരേ കോമ്പൗണ്ട് ആണ് ഫോം ചെയ്തിരിക്കുന്നെങ്കിൽ അത് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ ആയിരിക്കും. നെക്സ്റ്റ് തേർഡ് കേസ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ നമ്മൾ എങ്ങനെ പെട്ടെന്ന് മനസ്സിലാക്കുക? ഡെഫിനേഷനും കാര്യങ്ങളൊക്കെ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു. മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ നമ്മൾ മനസ്സിലാക്കുക പറയുകയാണെങ്കിൽ ഒരേപോലത്തെ എലമെന്റ്സ്, അതായത് സെയിം എലമെന്റ്സ് കമ്പൈൻ ചെയ്ത് ഡിഫറെന്റ് കോമ്പൗണ്ട്സ് ഫോം ചെയ്യുന്നു. അതായത് ലെഫ്റ്റ് സൈഡിൽ റിയാക്ടൻസിൽ എപ്പോഴും സെയിം എലമെന്റ്സ് ആയിരിക്കും. ചിലപ്പോൾ ഹൈഡ്രജനും അതുപോലെ തന്നെ ഓക്സിജനും ആയിരിക്കും. ഹൈഡ്രജൻ ഓക്സിജൻ കമ്പൈൻ ചെയ്ത് ഏതൊക്കെ ഫോം ചെയ്യാം? വാട്ടർ ഫോം ചെയ്യാം, ഹൈഡ്രജൻ പെറോക്സൈഡ് ഫോം ചെയ്യാം. അല്ലെങ്കിൽ നൈട്രജനും ഓക്സിജനും ആയിരിക്കും. നൈട്രജനും ഓക്സിജനും കമ്പൈൻ ചെയ്ത് എന്തൊക്കെ ഫോം ചെയ്യാം? നൈട്രജൻ ഡയോക്സൈഡ് NO2 ഫോം ചെയ്യാം, നൈട്രസ് ഓക്സൈഡ് NOയും ഫോം ചെയ്യാം. അങ്ങനെ കണ്ടുപിടിക്കാം. അതല്ലെങ്കിൽ കാർബണും ഓക്സിജൻ ചേർന്ന് കാർബൺ ഡയോക്സൈഡും കാർബൺ മോണോക്സൈഡും. അപ്പോഴും എന്താണ്? സെയിം എലമെന്റ്സ് കമ്പൈൻഡ് ടു ഫോം മോർ ദാൻ 1 കോമ്പൗണ്ട്. അങ്ങനെ നോക്കി നമുക്ക് തേർഡ് കേസും കണ്ടുപിടിക്കാം. ഇനി ലാസ്റ്റ് കേസ് കണ്ടുപിടിക്കാൻ ഏറ്റവും എളുപ്പവഴി എന്താണ്? ലാസ്റ്റ് കേസ് നമുക്ക് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. ജസ്റ്റ് നമ്മൾ ഒരൊറ്റ കാര്യം നോക്കിയാൽ മതി. എന്താണ് കാര്യം? ഇപ്പോഴും ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് കേസ് നമ്മൾ കണ്ടുപിടിക്കാൻ അതിന്റെ ഏത് യൂണിറ്റ് ആണ് നോക്കുക. ലിറ്ററിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 50 milli ഓഫ് ഹൈഡ്രജൻ കമ്പൈൻഡ് വിത്ത് 100 milli ഓഫ് ഓക്സിജൻ ടു ഫോം വാട്ടർ വേപ്പർ. അതായത് ഗ്യാസസ് കമ്പൈൻഡ് ടു ഫോം ഗേഷ്യസ് പ്രോഡക്റ്റ്. എന്തിന്റെ ബേസിസ്? ബൈ വോളിയം. വോളിയം ആണെങ്കിൽ ഗേ-ലൂസാക്സിന്റെ ലോ ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്ഷൻ ആണ്. ഈ ഫസ്റ്റ് ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ്, എല്ലാ എക്സാംസിനും വരുന്ന ഒഴിവാക്കാൻ പറ്റത്തില്ലാത്ത ഒരു പോർഷൻ ആണിത്. ഇനിയുള്ള ബാക്കി 2 പോർഷൻസേ ഉള്ളൂ. അതായത് ബേസിക്സ് ആയിട്ടുള്ള അറ്റോമിക് നമ്പർ, അതുപോലെ തന്നെ മോളിക്കുലർ മാസ്, മോളിക്കുലർ ഫോർമുല എന്നൊക്കെ ഉള്ള വളരെ ചെറിയൊരു പോർഷനും പ്ലസ് എക്സ്ട്രാ സൊല്യൂഷൻസിന്റെ കോൺസെൻട്രേഷന്റെ ഒരു പോർഷൻ, മൊളാരിറ്റി എന്നൊക്കെയുള്ള പോർഷൻ. മൊളാരിറ്റി എന്നുള്ള പോർഷനെ കൂടുതലും എൻട്രൻസ് എക്സാമിൽ വരാൻ ചാൻസ് വളരെ കൂടുതലാണ്. അത് മാത്രമല്ല ഇതിന്റെ കണ്ടിന്യൂഷൻ നെക്സ്റ്റ് +2 നിങ്ങൾ ഒരു സെക്കൻഡ് ചാപ്റ്റർ, കെമിസ്ട്രി സെക്കൻഡ് ചാപ്റ്റർ സൊല്യൂഷൻ ചാപ്റ്റർ ആയിട്ട് കൂടി പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്ലാസ് പൂർണ്ണമാവുകയാണ്. ഈ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. നെക്സ്റ്റ് ക്ലാസ് എടുക്കുമ്പോൾ അതൊന്നും കൂടെ പറഞ്ഞു പോകുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വീഡിയോസ് കാണുന്നതായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ വരുമ്പോഴേക്കും ബൈ.